സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സംപൂജ്യരായ ശ്രോതാക്കൾക്ക് എൻ്റെ സാദരപ്രണാമം. ഉത്തരരാമായണ പഠനം 6-ാം ദിനത്തിലേക്ക് ഏവർക്കും സ്വാഗതം അരുളുന്നു. ഇന്നത്തെ പഠനഭാഗം 2-ാം അധ്യായത്തിൽ 249-ാമത്തെ വരി മുതലാണ്. അതിഘോരമായ തപസ്സിനാൽ രാവണൻ, കുംഭകർണൻ, വിഭീഷണൻ എന്നീ 3 സഹോദരന്മാർ ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി മർത്യനാൽ ഒഴിഞ്ഞ് ആരാലും താൻ കൊല്ലപ്പെടാൻ പാടില്ല എന്ന വരം രാവണൻ വരിച്ചു. നിദ്രത്വമാണ് എന്നാൽ കുംഭകർണൻ വരിച്ചത്. അതിനുശേഷം ഭാഗവതോത്തമനായ വിഭീഷണൻ അപേക്ഷിച്ചത് ഭഗവാനിലുള്ള അചഞ്ചല ഭക്തി ഒന്നു മാത്രമാണ്. ഇനി ബ്രഹ്മാവ് വിഭീഷണന് ആ വരം അരുളുകയാണ്. പാരായണം തുടരാം. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. എങ്കിലനേകം നാൾ ജീവിച്ചിരിക്ക നീ, സങ്കടമാരാലുമുണ്ടായി വരാതവ. ഭാഗവതോത്തമനായി ധരാമണ്ഡലേ വാഴ്ക നീ കൽപ്പാവസാന കാലത്തോളം. എന്നാൽ നീ അനേകം നാൾ കൽപ്പാവസാനത്തോളം ജീവിച്ചിരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും വിഭീഷണൻ ചിരഞ്ജീവിയായിട്ടുണ്ട് എന്ന് ആണ് പറയുന്നത്. അങ്ങനെയുള്ള വരമാണ് ബ്രഹ്മദേവൻ വിഭീഷണന് കൊടുത്തത്. വാഴ്ക നീ കൽപ്പാവസാന കാലത്തോളം എന്നരുൾ ചെയ്തെഴുന്നള്ളി വിരിഞ്ചനും വന്നിതു കുംഭകർണനാശു നിദ്രയും. അങ്ങനെ കുംഭകർണൻ ആവശ്യപ്പെട്ട ആ വരം അദ്ദേഹത്തിന് ഉടൻ തന്നെ കിട്ടി. അത് ആകെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. സിദ്ധസങ്കൽപ്പന്മാരായവർ മൂവരും ബദ്ധമോദേന പോയി ശ്ലേഷ്മോദകവനേ. സിദ്ധസങ്കൽപ്പന്മാരായി എന്താണ് സങ്കല്പിച്ചത്, എന്താണ് ആഗ്രഹിച്ചത്, അതൊക്കെ സിദ്ധിച്ചു. അതാണ് സിദ്ധസങ്കൽപ്പന്മാർ എന്ന് പറഞ്ഞാൽ അർത്ഥം. അങ്ങനെ അവർ 3 പേരും ആവശ്യപ്പെട്ടത് നേടി. സന്തോഷത്തോടു കൂടി അവർ താമസിച്ചിരുന്ന ശ്ലേഷ്മോദകവനം എന്ന സ്ഥലത്തെത്തി. ബന്ധുക്കളോടും ജനനിയോടും ചേർന്ന് സന്തുഷ്ടരായി വസിച്ചിട്ടും ദശാന്തരേ. അവരുടെ ബന്ധുജനങ്ങളും അമ്മയായ കൈകസിയോടും ഒക്കെ ആയിട്ട് സന്തോഷത്തോടു കൂടി അങ്ങനെ താമസിക്കുകയായിരുന്നു. ആ സമയത്ത് വൃത്താന്തമെല്ലാം അറിഞ്ഞു സുമാലിതൻ പുത്രരോടും കൂടി വന്നാനതു കാലം. കൈകസിയുടെ അച്ഛനായ സുമാലി, കൈകസി സഹോദരന്മാരും ഒക്കെ ആയിട്ട് അവിടേക്കെത്തി. ഈ വിവരം അറിഞ്ഞു. ലങ്കയിൽ നിന്നും ഭഗവാൻ വിഷ്ണുവിനെ പേടിച്ച് ഓടിയതാണ് അവർ പാതാളത്തേക്ക്. അപ്പം ഇനിയിപ്പോൾ ആരെയും പേടിക്കണ്ട എന്ന് മനസ്സിലായി. രാവണന്, ദശമുഖന്, രാവണൻ എന്ന പേര് പിന്നീടാണ് കിട്ടിയത്.
അത് ആ പേര് കൊടുത്തത് കൈലാസനാഥനായിരിക്കുന്ന പരമേശ്വരനാണ്. ആ കഥ പിന്നീട് പറയാം. എന്തായാലും ആ ദശമുഖന് വരമൊക്കെ ലഭിച്ചു. പൊതുവേ വീരശൂര പരാക്രമിയാണ്. സാധാരണ ശരീരമൊന്നുമല്ല. 20 കൈകൾ, 10 തലകൾ. അതായത് അത്രയും ശക്തിമാനാണ് അദ്ദേഹം. അപ്പോൾ ഈ വരം കൂടെ നേടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ആരെയും പേടിക്കണ്ട. സുമാലിയും പുത്രന്മാരും ഒക്കെ ആയിട്ട് എത്തിക്കഴിഞ്ഞു. താതനും ഭ്രാതാക്കളും തനയന്മാരും ആദരവേറിയ ബന്ധുജനങ്ങളും കൂടെ സുഖിച്ചു വസിച്ചിതു കൈകസി ഗാഠമോദേന തത്കാലമൊരു ദിനം. വളരെ സന്തോഷത്തോടുകൂടി അച്ഛനുണ്ട്, സഹോദരങ്ങളുണ്ട്, അവരുടെ കുടുംബമുണ്ട്, തൻ്റെ പ്രതാപശാലികളായ മക്കളുണ്ട്, ബ്രഹ്മാവിൽ നിന്ന് വരം വാങ്ങി വന്ന. ഇനിയിപ്പോൾ എന്തു വേണം? അത്യധികം ആഹ്ലാദത്തോടെ അവരങ്ങനെ ആ ശ്ലേഷ്മോദക വനത്തിൽ കഴിയുകയാണ്. ആ സമയത്ത് ഒരു ദിവസം ചൊന്നാൻ പ്രഹസ്തനവസ്ഥകളൊക്കവേ നന്നായി ചെവി തന്നു കേട്ടാലുമെങ്കിലോ. പ്രഹസ്തൻ ഒരു ദിവസം പറയുകയാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, ഒരു കാര്യം പറയാൻ പോവുകയാണ്, പ്രധാനപ്പെട്ട കാര്യമാണ്. മുന്നം ആദിതിയും പിന്നെ ദിതിയെന്നും തന്വിമാർ കാശ്യപഭഗ്നിമാരായി വന്നാർ. നമുക്ക് അറിയാം അതിഥിയെയും ദിതിയെയും പറ്റും. കശ്യപ പ്രജാപതിയുടെ പത്നിമാരാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കശ്യപ പ്രജാപതിക്ക് 13 പത്നിമാരാണ് ഉള്ളത്. അതിനെപ്പറ്റിയൊക്കെ വിസ്തരിച്ച് ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദക്ഷൻ അസഗ്നി ദമ്പതികൾക്ക് 60 പുത്രിമാരുണ്ടായി. അതിൽ 10 പേരെ ധർമ്മന് കൊടുത്തു, 13 പേരെ കശ്യപൻ വിവാഹം കഴിച്ചു, 27 പേരെ സോമൻ വിവാഹം കഴിച്ചു, 2 പേരെ ഭൂതൻ, 2 പേരെ അങ്കിരസ്, 2 പേരെ കൃശാശ്വൻ, 4 പേരെ താർക്ഷ്യൻ. അങ്ങനെ ആണ് 60 പേര് ഉള്ളത്. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ 13 പേര് കശ്യപ പ്രജാപതിയുടെ പത്നിമാരാണ്. ആ 13 പേരുടെ പേരൊന്ന് ഓടിച്ച് പറയാം. തിമി, സരമ, സുരഭി, താമ്ര, മുനി, ക്രോധവശ, ഇള, സുരസ, അരിഷ്ട, കാഷ്ട, പിന്നെ ദാനവന്മാരുടെ അമ്മയായ ധനു, പിന്നെയാണ് പ്രധാനികളായ ദിതിയും അതിഥിയും. ഇവരിൽ നിന്നാണ് ഈ നാനാതരത്തിലുള്ള ജീവജാലങ്ങളും മനുഷ്യവർഗം തന്നെയും ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഇവിടെ പ്രഹസ്തൻ പ്രധാനമായിട്ടും രാവണനോട് പറയുകയാണ്, മുന്നം അതിഥിയും പിന്നെ ദിതിയെന്നും തന്വിമാർ കാശ്യപ ഭഗ്നിമാരായി വന്നാർ. ആദിതേയന്മാർ തഥൈവ ദൈത്യന്മാരും ആദികാലേ തനയന്മാരുമുണ്ടായാർ. ആതിഥേയന്മാർ എന്ന് പറഞ്ഞാൽ ആദിതിയുടെ മക്കൾ, പിന്നെ ദിതിയുടെ മക്കൾ ദൈത്യന്മാർ. അങ്ങനെ ആ 2 വംശപരമ്പര അവിടെ നിന്നും ജനിച്ചു. അച്ഛനൊന്നാണെന്ന് ഓർക്കണം. ആതിഥേയന്മാർ എന്ന് പറഞ്ഞാൽ ആദിത്യന്മാർ അല്ലെങ്കിൽ ദേവന്മാർ. ലോകത്രയമടക്കേണം നമുക്കെന്നൊരാകാംക്ഷ 2 ജനങ്ങൾക്കുമുണ്ടല്ലോ. അതിപ്പോഴും നടക്കുന്ന കാര്യമാണ്. സഹോദരങ്ങളാണ് അവർ തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ. ശരിക്കുള്ള സഹോദരന്മാർ, 2 അമ്മ പെറ്റ മക്കളാണെന്നേ ഉള്ളൂ, അച്ഛനൊന്നു തന്നെയാണ്. അവർ തമ്മിൽ എപ്പോഴും മത്സരമാണ്.
ദേവലോകം തനിക്ക് വേണം. ദേവലോകം സുഖ സൗകര്യങ്ങളോട് കൂടിയ സ്വർഗം അത് തങ്ങൾക്ക് വേണമെന്ന് ദേവന്മാരും, അതല്ല തങ്ങൾക്ക് വേണമെന്ന് ദൈത്യന്മാരും വാശി പിടിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും എന്തിനും യുദ്ധം തന്നെ. തങ്ങളിൽ വൈരവും വർദ്ധിച്ചതുമൂലം സങ്കരമെത്രയും ഘോരമായുണ്ടായി. അങ്ങനെ ആ ദൈത്യവംശവും ആതിഥേയ വംശവും തമ്മിൽ എപ്പോഴും മുറുമുറുപ്പാണ്. വൈരം മാത്രമേ ഉള്ളൂ. യാതൊരു സഹോദര സ്നേഹവുമില്ല. അപൂർവം ചിലരൊക്കെ ഉണ്ട് അതിനകത്തിൽ സമാധാനം ഇച്ഛിക്കുന്നവർ. പൊതുവേ സമാധാനപ്രിയരാണ് ദേവന്മാർ. പക്ഷേ ഇവർ ഭയങ്കര ശക്തിശാലികളും എപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ ആഞ്ഞടിക്കാൻ ധൈര്യപ്പെടുന്നവരുമാണ് ഈ ദൈത്യന്മാർ. ദേവകൾ പക്ഷത്തിൽ നിന്നു മഹാവിഷ്ണു ദേവാരികളെ വധിച്ചാനതു കാലം. ദേവന്മാരുടെ പക്ഷത്തായി ആര്? ദേവദേവനായ മഹാവിഷ്ണു. അപ്പോൾ അവരുടെ വൈരിയെ സ്വാഭാവികമായിട്ടും ഭഗവാൻ തോൽപ്പിച്ചു. അതിലൊരു അസംഖ്യം ദൈത്യന്മാർ മരണമടയുകയും ചെയ്തു. ശേഷിച്ച അസുരകൾ നാഗലോകേഷു സന്താപിച്ചിരിക്കുന്നതെന്നും അറിയുക നീ. നോക്കൂ, ഈ വിഷ്ണുവിനെ പേടിച്ച് ബാക്കിയുള്ള അസുരന്മാരൊക്കെ ആ നാഗലോകത്തേക്ക് പോയി അവിടെ ഒളിച്ചിരിക്കുകയാണിപ്പോൾ. പ്രഹസ്തൻ രാവണനോട് ചരിത്രങ്ങളൊക്കെ തുടരുകയാണ്. മുന്നം നമുക്ക് കുലാലയമായത് വിണ്ണോർ പുരിക്കൊത്ത ലങ്കാപുരമടോ. മാലി, സുമാലി, മാല്യവാൻ ഇവരൊക്കെ താമസിച്ചിരുന്നത് വിശ്വകർമാവ് പണിഞ്ഞുകൊടുത്ത ചിത്രമായ ലങ്കാ നഗരത്തിലായിരുന്നു. അവിടെ നിന്നും ഇവരുടെ അഹങ്കാരം നിമിത്തം ദേവലോകം ആക്രമിച്ചപ്പോൾ മഹാവിഷ്ണു ഇവരെ തുരത്തിയതാണ്. അപ്പോൾ നമ്മുടെ കുലാലയം, കുലഗൃഹം, കുടുംബം എന്താണ്? ലങ്കാ നഗരിയാണ്. മാല്യവാൻ താനും സുമാലിയും മാലിയും ബാല്യകാലേ വാണിരുന്നിതു ലങ്കയിൽ. നിന്റെ അപ്പൂപ്പനായ മുത്തച്ഛന്മാരായ മാല്യവാൻ, പിന്നെ സുമാലി, മാലി ഒക്കെ ചെറുപ്പകാലം മുതൽ അവിടെയാണ് കഴിഞ്ഞിരുന്നത്. നാരായണനവിടുന്നു കളഞ്ഞതു കാരണം ലങ്കയുപേക്ഷിച്ചു പോയ നാൾ. മഹാവിഷ്ണു ഇവരെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയല്ലോ. ലങ്കയിൽ പോയി ഒളിച്ചു. അവിടുന്ന് അവരെ ഓടിച്ചു കളഞ്ഞു. അതാണ് പറഞ്ഞത്, കളഞ്ഞെന്ന് പറഞ്ഞ്. അതുകൊണ്ട് ലങ്ക വിജനമായിട്ട് കിടക്കുകയായിരുന്നു. യാതൊരു ആൾപ്പാർപ്പും ഓടില്ലായിരുന്നു. ആ സമയത്ത് താതൻ നിജസുതനാം വൈശ്രവണന് മോദാലിരിപ്പതിനായി കൊടുത്തിടിനാൻ. നിന്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ പുത്രനായ, അതായത് നിന്റെ ജ്യേഷ്ഠനായ വൈശ്രവണന് അവിടെ താമസത്തിന് ഒരുക്കി കൊടുത്തു. ഇക്കാലം അഗ്രജൻ വാഴുന്നു ലങ്കയിൽ, അക്കഥയൊന്നും അറിഞ്ഞില്ലയോ ഭവാൻ. ഹേ ദേശമുഖ, അങ്ങയുടെ ജ്യേഷ്ഠനായ വൈശ്രവണനാണ് ഇപ്പോൾ ലങ്കാധിപതി ആയിട്ട് അവിടെ വാഴുന്നത്. അത് നീ അറിഞ്ഞു കാണില്ല. യുദ്ധം പ്രഹസ്തവാക്യം കേട്ടനന്തരം സത്വരം ചൊല്ലിനാൻ ദശകന്ധരൻ. ഈ വിവരങ്ങളൊക്കെ തൻ്റെ അമ്മാവൻ കേൾപ്പിച്ചപ്പോൾ ദശമുഖൻ പറയുകയാണ്,
നീ ചെന്നനുസരിച്ചാശു ചൊല്ലിയിടണം ആശരവംശാലയം ലങ്കയായത് ആചാരമോർത്തതൊഴിച്ചു തന്നിടണം ആശു ഭവാൻ ഗുണവാനല്ലോ കേവലം. ഇതിപ്പോൾ ചൊല്ലിയത് അബദ്ധമായി എന്ന് തോന്നി. കാരണം അദ്ദേഹത്തെ തന്നെ ഏൽപ്പിച്ചു ആ ദൗത്യം. നീ പോയിട്ട്, അല്ലയോ അമ്മാവ, അങ്ങ് പോയിട്ട് പറയണം ആ കുബേരനോട്, ഇത് രാക്ഷസവംശത്തിൻ്റെ കുലഗൃഹമാണ്, കുടുംബമാണ് ഈ ലങ്കാനഗരി. അതുകൊണ്ട് ആചാരമനുസരിച്ച് അത് ഞങ്ങൾക്ക് വേണ്ടി ഒഴിച്ചു തരണം. അങ്ങ് ഇവിടുന്ന് പലായനം ചെയ്തു കൊള്ളുവണം എന്നാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ. ഓടിപ്പൊക്കോളൂ എന്ന് ആണ് ശരിക്ക് അവിടെ ചെന്നിട്ട് സന്ദേശം കൊടുക്കണമെന്ന് പ്രഹസ്തനെ പറഞ്ഞേൽപ്പിച്ചു. എന്നു നീ ചെന്നു ചൊന്നാൽ അതിനുത്തരം നിന്നോട് ചൊല്ലുന്നതും കേട്ടുകൊണ്ടുവാ. എന്താണ് പറയുന്നത് അതിന് മറുപടി അത് കേട്ടിട്ട് ഇവിടെ തിരിച്ചു പോന്നാൽ മതി. അവിടെ പ്രത്യേകിച്ചൊന്നും പറയണ്ട. യുദ്ധം ദശാസ്യവാക്യം കേട്ടനന്തരം സത്വരം പോയാൻ പ്രഹസ്തനതു നേരം. ഇങ്ങനെ ദശമുഖൻ പറഞ്ഞത് കേട്ടിട്ട് ആ ലങ്കയിലേക്ക് പ്രഹസ്തൻ ദൂതമായിട്ട് പോവുകയാണ്. കിന്നരേശൻ തന്നെ കണ്ടു ചൊല്ലിയിടിനാൻ എന്നു തവാനുജനായ ദശാനനൻ തന്നുടെ ചൊല്ലിനാൽ വന്നിതിപ്പോൾ അഹം പുണ്യജനേശ്വരനായ ഭവാനോട്. യക്ഷൻ്റെയും കിന്നരന്മാരുടെയും ഒക്കെ അധിപതിയാണ്. പിന്നെ കുബേരനാണ് ധനധൻ. വടക്കേ ദിക്കിൻ്റെ അധിപതിയാണ്. അങ്ങനെയുള്ള വൈശ്രവണനോട് പറയുകയാണ്, പുണ്യജനേശ്വരനായിരിക്കുന്ന അങ്ങ് ഞാൻ പറയുന്നത് കേൾക്കണം. ദശമുഖൻ പറഞ്ഞിട്ട് വന്നതാണ് ഞാൻ. അങ്ങയുടെ അനുജനാണ് ദശാസ്യൻ. അതും എങ്ങനെയാണ്? കർണേ പറകുന്നു ചൊല്ലിവിട്ടിടിനാൻ. വളരെ രഹസ്യമായിട്ട് അങ്ങോട്ടൊരു കാര്യം പറയാനായിട്ട് എന്നെ അയച്ചിരിക്കുകയാണ്. നക്തഞ്ചരന്മാർക്ക് പണ്ടുപണ്ടേയുള്ള പത്തനമായ തുലങ്കാപുരമടോ. വളരെ പണ്ടേ ഇവിടെ താമസമാക്കിയവരാണ് ഈ രാക്ഷസന്മാർ, അസുരന്മാർ. അവരുടെ കുലഗൃഹമായതുകൊണ്ട് എന്തു വേണം? ഇത്ര നാളും ഭവാൻ പാലിച്ചതും പുനരെത്രയുമേറ്റം തെളിഞ്ഞിതെല്ലാവർക്കും. അങ്ങ് അതിനെ പരിപാലിച്ചു പോരുകയാണ്. എല്ലാവർക്കും സന്തോഷവുമുണ്ട്. അങ്ങ് ചെയ്തത് നല്ല കാര്യം തന്നെയാണ്. ഇന്നും ഒരു കാലം മീളുകയില്ല അവരെന്നോർത്തിരുന്നു പോകേണ്ട ഗുണാംബുധേ. എന്നും അങ്ങനെ ഇവിടെ കഴിയാമെന്ന് ഓർത്തിരിക്കണ്ട. യുദ്ധം ബൃഹസ്തോക്തി കേട്ടു ധനേശനും ഉത്തരമായവൻ തന്നോടു ചൊല്ലിനാൻ. ഇപ്രകാരം പ്രഹസ്തൻ പറഞ്ഞത് കേട്ട് അതിനുത്തരമായിട്ട് ധനേശൻ പറയുകയുണ്ടായി, താതനെനിക്കിരിപ്പാനിടം തന്നിതേതും അതുകൊണ്ട് വൈഷമ്യമില്ല കേൾ. എനിക്ക് അച്ഛൻ സന്തോഷത്തോടു കൂടി താമസിക്കാനായിട്ട് ഒരു സ്ഥലം തന്നതാണ്. ഇത് ഒഴിഞ്ഞു പോകാനും എനിക്കൊരു വിഷമവുമില്ല. രാക്ഷസരെല്ലാം ഉപേക്ഷിച്ചു പോയി ഇത് സൂക്ഷിപ്പതിനാരുമില്ലെന്നതും വന്നു. രാക്ഷസന്മാരെല്ലാം ഇത് ഉപേക്ഷിച്ചു പോയി. ഈ ലങ്കാനഗരം അനാഥമായി പോയി. അത് സൂക്ഷിക്കാനായിട്ട് അച്ഛൻ എന്നെ ഏൽപ്പിച്ചതാണ്. കാലവുമൊട്ടു ചെന്നോരു ശേഷം പിതാ പാലനം ചെയ്യുകെന്നെനിക്ക് തന്നിടിനാൻ.
ഒരുപാട് കാലം അവിടെ അങ്ങനെ വിജനമായിട്ട് കിടന്നു. അത് നശിച്ചു പോകണ്ട എന്ന് കരുതി അച്ഛൻ എന്നെ ഏൽപ്പിച്ചതാണ്. എന്നുടെ സോദരനായ ദശാനനൻ തന്നോടുകൂടി വസിക്കലുമാമെടോ. സൗഖ്യമെന്നാൽ അത് ഞങ്ങൾക്കിരുവർക്കും ആർക്കുമില്ലെന്നാൽ പരിഭവമാരോടും. നേരത്തു ചെന്നു വരുത്തിയിടവനെ നീ ചാരത്തു കാൺമാൻ എനിക്കുമുണ്ടാഗ്രഹം. കുബേരൻ്റെ ആ സഹോദര സ്നേഹം നോക്കണം. ഇത് പറഞ്ഞുടനെ തന്നെ പറയുകയാണ്, എൻ്റെ അനുജനെ കാണാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അതുപോലെ ഞങ്ങൾക്കൊപ്പം ഇവിടെ താമസിക്കാമല്ലോ. അവനെ വേഗം വരുത്തൂ. ഞങ്ങൾക്ക് യാതൊരു പരിഭവവുമില്ല സഹോദരങ്ങൾ തമ്മിൽ. പ്രത്യേകിച്ചും സഹോദരന്മാരെല്ലാം കൂടി ഒന്നിച്ച് താമസിച്ചു കഴിഞ്ഞാൽ വളരെ സന്തോഷവുമായിരിക്കും. സൗഖ്യം എന്നാൽ അത് ഞങ്ങൾക്കിരുവർക്കും ആർക്കുമില്ലെന്നാൽ പരിഭവവും ആരോടും എന്നാണ് ഇവിടെ ആ വൈശ്രവണൻ പറഞ്ഞത്. അതുകൊണ്ട് നീ അവനെ വേഗം വരുത്തൂ. എനിക്ക് ചാരത്ത് കാണുവാൻ, അടുത്ത് കാണാൻ ആഗ്രഹമുണ്ട്. എന്തു ദശാനന ഭാവമെന്നാൽ അന്തികെ വന്നു പറയുന്നതുണ്ടു ഞാൻ. പ്രഹസ്തൻ്റെ ആഗ്രഹം അറിയാമല്ലോ. അങ്ങനെയുള്ള ആഗ്രഹം ഉള്ളിൽ വെച്ചിട്ടാണല്ലോ രാവണനോട് ഇത് പറഞ്ഞതും. വൈശ്രവണനെ എങ്ങനെയെങ്കിലും അവിടുന്ന് ഓടിക്കുക എന്നുള്ള ആഗ്രഹമേ ഉള്ളൂ. അല്ലാതെ സഹോദരന്മാരെല്ലാം കൂടി ഒന്നിച്ച് അവിടെ താമസിക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, എന്തു ദശാനന ഭാവം എന്നാൽ അതിങ്ങന്തികെ എന്ന് പറയുന്നതുണ്ട്. ഈ കാര്യം ഞാൻ ദശാനനോട് പറയാം. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ വന്ന് തിരിച്ചിവിടെ പറയാം. അങ്ങനെ ഒരു ഉറപ്പ് കൊടുത്തു. എന്നു പറഞ്ഞു നടന്നാൻ പ്രഹസ്തനും അന്നു തന്നെ പുറപ്പെട്ടാൻ ധനേശനും. ധനേശൻ എങ്ങോട്ടാണ് പോയെന്ന് നോക്കാം. അങ്ങനെ പറഞ്ഞിട്ട് പ്രഹസ്തൻ നേരെ ശ്ലേഷ്മോദക വനത്തിലെത്തി. ധനതൻ നേരെ അച്ഛൻ്റെ അടുത്തേക്ക് പോയി. അങ്ങനെയാണ് ഗുരുത്വമുള്ളവർ. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അത് പറയാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് പോയി. താതനെ കണ്ടു വന്ദിച്ചു ദശാനന ദൂതവാക്യങ്ങളെ ശേഷമറിയിച്ചു. അച്ഛനെ കണ്ടു വന്ദിച്ചിട്ട് ഈ ദൂതൻ പ്രഹസ്തൻ വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയിച്ചു. ചിന്തിച്ചരുൾ ചെയ്യുക വേണം എനിക്കിനി എന്തു നിലയെന്നു മറ്റില്ലൊരാശ്രയം. ചിന്തിച്ചരുൾ ചെയ്യുക വേണം. അങ്ങ് എന്താണെന്ന് വെച്ചാൽ അതിനെപ്പറ്റി ആലോചിച്ച് ഒരു തീരുമാനം അറിയിക്കണം. പിന്നെ അങ്ങല്ലാതെ ആശ്രയം എനിക്ക് മറ്റ് ആരുമില്ല. ഉത്തമ പുത്രന്മാരങ്ങനെയാണ്. ഇനി നമുക്ക് പാരായണം ചെയ്യേണ്ടത് വൈശ്രവണൻ്റെ ലങ്കാ പരിത്യാഗമാണ്. ഏവം ധനദോക്തി കേട്ട നേരം വിശ്രവാവും തനയനോടാശു ചൊല്ലിടിനാൻ. ഇപ്രകാരം തൻ്റെ പുത്രൻ വന്ന് അവസ്ഥകൾ അറിയിച്ചപ്പോൾ വിശ്രവസ് മുനി ഇപ്രകാരം പറഞ്ഞു. നല്ലതല്ലേതും അവൻ ദുഷ്ടനെത്രയും നല്ലതു നീങ്ങു പോരിക വൈകാതെ. അത് ശരി, ഇങ്ങനെയൊക്കെ ഉണ്ടായോ? അതെ, അവൻ അത്ര നല്ലവനൊന്നുമല്ല, മഹാദുഷ്ടനാണ് ഈ ദശമുഖൻ. എൻ്റെ പുത്രനാണ് എങ്കിലും ഞാൻ പറയുക. അതുകൊണ്ട് നീ ഇങ്ങ് തിരിച്ചു പോന്നോളൂ. ആ ലങ്കാനഗരം അങ്ങ് വിട്ടുകളഞ്ഞേര്. അർത്ഥകളത്ര പുത്രാദിജനത്തോടും അത്രൈവ സത്വരം വാങ്ങി വസിക്ക നീ. നിന്റെ എന്താ പറയുക, അർത്ഥകളത്ര പുത്രാദി ധനവും പത്നിമാരും പിന്നെ പുത്രന്മാരും പുത്രികളും ഒക്കെ ഉണ്ടെങ്കിൽ അവരും ഒക്കെ ആയിട്ട് അവിടെ നിന്ന് ഇനി പോരൂ. എന്നിട്ട് എന്തു ചെയ്യണം? സങ്കടമേതും വരാതെ ദിനം പ്രതി ശങ്കരാജ്ഞാകരനായിരിക്കാമടോ. യാതൊരു വിഷവുമില്ലാതെ
സാക്ഷാത് പരമേശ്വരൻ്റെ അനുയായിയായിട്ട്, അനുജ്ഞാപാലകനായിട്ട് നിനക്ക് താമസിക്കാം. എവിടെ? കൈലാസശൈലാന്തികേ, കൈലാസപർവ്വതത്തിൽ ഒരു പുരവും തീർത്ത് അവിടെ ഒരു നല്ലൊന്നാന്തരം കൊട്ടാരം അങ്ങോട്ടത് ഉണ്ടാക്കി കാലാരി ഭക്തനായി വാഴ്കമേലിൽ ഭവാൻ. കാലാരിയായിരിക്കുന്ന, കാലകാലനായിരിക്കുന്ന പരമശിവനുമായിട്ട്, പരമശിവൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ ഭക്തനായിട്ട് ഇനിമേലിൽ നീ താമസിച്ചുകൊള്ളൂ. യുദ്ധം ജനകനിയോഗവും കൈക്കൊണ്ട് പുത്രമിത്രാർത്ഥകളത്രാദികളോടും ലങ്കയിൽ നിന്നുടൻ വാങ്ങി ധനേശനും ശങ്കരൻ തന്നെ തപസ്സു തുടങ്ങിനാൻ. ഇപ്രകാരം തൻ്റെ അച്ഛൻ പറഞ്ഞത് കേട്ട് നേരെ ലങ്കയിൽ പോയി തൻ്റെ മക്കളോടും പത്നിമാരോടും ഒക്കെ പറഞ്ഞു, നമുക്കിവിടെ നിന്ന് പാക്ക് ചെയ്യാം, ഇവിടെ നിന്ന് മൂവ് ചെയ്യാം, അതിന് തയ്യാറായിക്കോളൂ എന്ന് പറഞ്ഞു. എല്ലാവരും അതിന് തയ്യാറായി നേരെ കൈലാസത്തിൽ പോയി പരമശിവനെ തപസ് ചെയ്യാൻ തുടങ്ങി. ദക്ഷാരിയെ പ്രസാദിപ്പിച്ചു സേവയാം സഖ്യവും കൈക്കൊണ്ടു സൗഖ്യം കലർന്നവൻ പുക്കാനളകാപുരിയിൽ സുഖത്തോടു വിഖ്യാതനാകിയ വൈശ്രവണൻ തഥാ. അദ്ദേഹം ദക്ഷാരി, ദക്ഷന്റെ ശത്രുവായ പരമശിവനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ചു. അങ്ങനെ കൈലാസപർവ്വതത്തിൻ്റെ താഴ്വരയിൽ വിശ്വകർമാവിനെ കൊണ്ട് ഒരു മനോഹരമായ പുരി നിർമ്മിച്ചു. അതിന് അളകാപുരി എന്ന പേരും കൊടുത്തു. അവിടെ സുഖത്തോടു കൂടി ശിവഭക്തനായിട്ട് വൈശ്രവണനും തൻ്റെ കുടുംബവും പാർപ്പു തുടങ്ങി. തൽക്കാലമാശു ദശഗ്രീവനും നിജരക്ഷോവരനാം പ്രഹസ്ത്യവാക്യം കേട്ടു കർത്തവ്യമെന്തെന്നു ചിന്തിച്ചിരിക്കവേ വൃത്താന്തമാശു കേൾക്കായി സകലവും. പ്രഹസ്തൻ ഇവിടെ തിരിച്ചു വന്ന് ദശമുഖനോട് തൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയിച്ചു. അല്പനേരം ഇങ്ങനെ ചിന്താധീനനായിട്ടിരുന്നു. എന്താണ് ഇനി മുന്നോട്ട് ചെയ്യേണ്ടത്? ജ്യേഷ്ഠൻ്റെ കൂടെ അവിടെ എല്ലാവരും പോയി ഒന്നിച്ച് താമസിക്കണോ, അതോ ജ്യേഷ്ഠനെ അവിടുന്ന് തുരത്തണോ? ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ജ്യേഷ്ഠൻ അവിടുന്ന് സ്ഥലം വിട്ടു എന്നുള്ള കാര്യം അറിയുന്നത്. ലങ്കയിൽ നിന്നു വാങ്ങി ധനാധീശ്വരൻ കിങ്കരോമ്യത്രൈവ ഞാനിനി എന്നെല്ലാം ബന്ധുക്കളോടും വിചാരിച്ച നേരത്ത് ചിന്തിച്ചവരും പറഞ്ഞാനനാകുലം. അങ്ങനെ തൻ്റെ ജ്യേഷ്ഠനായ വൈശ്രവണൻ ലങ്കയിൽ നിന്ന് പലായനം ചെയ്തു എന്നറിഞ്ഞു. ഒരു നല്ല യുദ്ധത്തിനുള്ള സന്നാഹമൊക്കെ ഒരുക്കുകയായിരുന്നു ഈ ദശമുഖൻ ജ്യേഷ്ഠനെ അവിടുന്ന് ഓടിക്കാനായിട്ട്. അദ്ദേഹം വിചാരിച്ച് ജ്യേഷ്ഠന് തന്നെ പോലെ ആയിരിക്കും, അവിടെ പിടിച്ചു പറ്റിയിരിക്കും, സഹോദര സ്നേഹമൊന്നും കാണില്ല എന്നൊക്കെ. പക്ഷേ അദ്ദേഹം സ്വയം ഒഴിഞ്ഞു പോയി. അപ്പം ഇനി എന്ത് വേണമെന്ന് കിങ് കരോമ്യത്രൈവ, ഇനി ഞാൻ എന്ത് ചെയ്യും, എന്ത് വേണം ഈ സമയത്ത് എന്ന് തൻ്റെ ബന്ധുജനങ്ങളോടൊക്കെ ആലോചിച്ചു. അവർ ഒരു ഉപായവും കണ്ടെത്തി. ശങ്ക കൈവിട്ടിനി രാക്ഷസരാജാവു ലങ്കേശനെന്ന അഭിഷേകം കഴിക്കണം. വളരെ ഈസിയാണ്, ഒരു പ്രയാസവും ഒരു ബലപ്രയോഗവും വേണ്ടി വന്നില്ല. നിൻ്റെ ജ്യേഷ്ഠൻ അവിടുന്ന് ഓടിപ്പോയി. ഇനി നീയും നിൻ്റെ ബന്ധുജനങ്ങളും എല്ലാം കൂടി അങ്ങോട്ട് പോവുക, സ്വയം രാജാവായിട്ട് അങ്ങ് പ്രഖ്യാപിക്കുക, ലങ്കാധിപതിയായിട്ട്.
മാതാമകനും സുതന്മാരുമായി മാതാവിനോടും അവരജന്മാരോടും ലങ്കാ ഘോഷിച്ചു ലങ്കാപുരത്തിനായിക്കൊണ്ട് സന്തോഷിച്ചു വേഗാൽ നടന്നു തുടങ്ങിനാർ. അവരാ താമസിച്ചിരുന്ന ശ്ലേഷ്മോദക വനമൊക്കെ ഉപേക്ഷിച്ചു. തൻ്റെ അമ്മയായ കൈകസി, അവരുടെ സഹോദരങ്ങളെ, മുത്തച്ഛൻ, അമ്മയുടെ അച്ഛനായ ആരായിരുന്നു, സുമാലി ഒക്കെ ആയിട്ട് പിന്നെ അങ്ങോട്ട് ലങ്ക ലക്ഷ്യമാക്കി അങ്ങോട്ട് പോയി. ലങ്കയിൽ ചെന്ന് അഭിഷേകം കഴിച്ചിതു പങ്കജയോനി വരപ്രസാദത്തിനാൽ. പങ്കജയോനിയായിരിക്കുന്ന, അതായത് ഉദ്ഭവിച്ചിരിക്കുന്നത് പങ്കജത്തിൽ നിന്നാണ്, താമരയിൽ നിന്നാണ്. അത് ബ്രഹ്മാവാണ്. അദ്ദേഹത്തിൻ്റെ ആ വരപ്രസാദം കൊണ്ട് നേരെ ലങ്കയിൽ പോയി ലങ്ക രാജാവായിട്ട് അഭിഷേകമൊക്കെ അങ്ങ് കഴിച്ചു. അനുജന് ഉറക്കറചിത്രമായി തീർത്തു കൊടുത്താൻ ദശാനനൻ. നിദ്രപ്പട്ടം കിട്ടിയിരിക്കുന്ന തൻ്റെ അനുജനെ കൊണ്ട് വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. എപ്പോഴും കൂർക്കമ്പലിയെ കേൾക്കാനുള്ളൂ. കൂർക്കമ്പലി കേൾക്കുന്ന കാരണം അവിടെ എന്താ പറയുന്നത്, ഒരു വലിയ ഡിസ്റ്റർബൻസാണ്, വലിയ ശല്യം തന്നെയാണെന്ന് വേണേൽ പറയാം. അപ്പോൾ അതിനെന്ത് ചെയ്തു, ഈ സൗണ്ടൊന്നും അധികം പുറത്തോട്ട് വരാതിരിക്കത്തക്ക രീതിയിൽ എപ്പോഴും സുഖമായി കിടന്നുറങ്ങാനുള്ള ഒരു ഇരുട്ടറയൊക്കെ തീർത്ത് കൊടുത്തു കുംഭകർണന്. എന്നിട്ട് അദ്ദേഹം ഓർക്കുകയാണ്, എത്രയും ശക്തൻ ഗുണാഢ്യൻ മമാനുജൻ നിദ്രാവശനായി ചമഞ്ഞു വിധിവശാൽ. അതിശക്തിമാനാണ്, ഗുണവാനാണ്, എന്നിട്ടും എൻ്റെ അനുജൻ ഉറക്കത്തിനടിമയായി പോയല്ലോ ഭഗവാനെ, വിധി, ഹാ കഷ്ടം. ഇപ്രകാരം നിരൂപിച്ചു ദശാസ്യനും ഉൾപൂവിലാധി മുഴുത്തു ചമഞ്ഞിതു. ഇത് ഓർക്കുമ്പം ഉള്ളിൽ തീ കത്തുക അദ്ദേഹത്തിന്. തൻ്റെ കൂടെ നിന്ന് ഇനി മുന്നോട്ടുള്ള ജൈത്രയാത്രയ്ക്കായിട്ട് തന്നെ സഹായിക്കേണ്ടവൻ ഇപ്രകാരം കിടന്നുറങ്ങിയാൽ എങ്ങനെയാ തീ കത്താതിരിക്കുന്നത് ഉള്ളിൽ? മൽപാപമെന്തിവനിങ്ങനെ വന്നതും ഉൽപ്പല സംഭവൻ തന്നോടുണർത്തിക്കാം. ഇതെല്ലാം എൻ്റെ പാപം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതിൻ്റെ കാരണം എന്തായാലും അത് നിവൃത്തി ചെയ്തു തരണം എന്ന്. ഇനി ബ്രഹ്മാവിൻ്റെ വരം കഴിഞ്ഞിട്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത്, ബ്രഹ്മാവിനോട് തന്നെ ഒന്ന് ചോദിക്കാം എന്ന് വിചാരിച്ചിട്ട് ഏവം നിരൂപിച്ചു നാൻമുഖനെ ചെന്നു സേവിച്ചു സങ്കടമെല്ലാം ഉണർത്തിച്ചാൻ. വീണ്ടും പോയി ബ്രഹ്മാവിനെ തപസ് ചെയ്തു, അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തി. ഇനിയിപ്പോൾ പെട്ടെന്ന് അധികം നാളൊന്നും ചെയ്യണ്ട, കാരണം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭക്തനായി കഴിഞ്ഞു. വിളിച്ച ഉടനെ വിളിപ്പുറത്തെത്തും. ബ്രഹ്മാവ് വന്നു. അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ ചതുർമുഖനോട് പറഞ്ഞു. ഇപ്പോൾ ജഗത്രയകർത്തൃത്വവും വിഭോ ത്വത്പ്രസാദത്താൽ എനിക്കു ലഭിച്ചിതു. നേരെ അങ്ങോട്ട് ചെന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഇപ്പോൾ 3 ലോകങ്ങളും പാലിക്കേണ്ട ചുമതല എന്നിലാണ് വന്നിരിക്കുന്നതെന്ന്. നല്ല കാര്യമായില്ല. സ്വയം അങ്ങ് ഏറ്റെടുത്തു. ബ്രഹ്മാവ് ഇതൊന്നും കൽപ്പിച്ചു കൊടുത്തില്ല, ആവശ്യപ്പെട്ട വരം കൊടുത്തതേ ഉള്ളൂ. മനുഷ്യനൊഴിച്ച് വേറെ ആരാലും മരിക്കപ്പെടരുതെന്ന് മാത്രം. ഇപ്പം അദ്ദേഹം സ്വയം അങ്ങ് ഏറ്റെടുത്തിരിക്കുന്നത് എന്താണ്? ത്രൈലോക്യാധിപനായിട്ട്. അതും ബ്രഹ്മാവിൻ്റെ മുന്നേ ചെന്നിട്ടാണ് പറയുന്നത്. ഓക്കെ, പിന്നെ എന്ത് പറഞ്ഞു? ദുഃഖമെന്നെ പിരിയുന്നില്ലതു കൊണ്ടു സൗഖ്യമൊരു നേരമൊന്നിനുമില്ലമേ. ജഗത്രയ കർത്തൃത്വം, ജഗത്രയ നായകനായിട്ടൊക്കെ ആണെങ്കിലും ശരി, എന്നെ ദുഃഖം വല്ലാതെ അലട്ടുന്നു. ഒന്നിനും ഒരു ഉന്മേഷവും തോന്നുന്നില്ല. ഭ്രാതാവു നിദ്രാവശകതനാക്കയാൽ ഖേദപരവശനായിതു ഞാനിഹ.
എൻ്റെ സഹോദരൻ എപ്പോഴും ഉറക്കത്തിലാണ്. ആ കാരണം കൊണ്ട് ഞാൻ ദുഃഖിതനാണ് പ്രഭോ. ത്വത്പ്രബോധമൊരു നേരമില്ലായ്കയാൽ നിഷ്ഫലമായിതു ജന്മവും കേവലം. അങ്ങയെപ്പറ്റി ചിന്തിക്കാനുള്ള സമയം അവൻ എവിടെ? ഉറക്കത്തിലെന്ന് ആരെപ്പറ്റിയാണ് ചിന്തിക്കുന്നത്? അതുകൊണ്ട് അവൻ്റെ ജന്മം തന്നെ നിഷ്ഫലമാണ്. ദുഃഖം കൊണ്ട് എൻ്റെ ജന്മവും നിഷ്ഫലം. കാരണം ദുഃഖം കൊണ്ട് അങ്ങയെ ചിന്തിക്കാനുള്ള സമയം എനിക്കുമില്ല. പങ്ക്തി കണ്ഠോക്തികൾ കേട്ടു വിരിഞ്ചനും ചിന്തിച്ചവനോടരുൾ ചെയ്തു സാദരം. ഇപ്രകാരം രാവണനെന്നിപ്പോൾ പറയാറായിട്ടില്ല. മുമ്പ് ഞാൻ പറഞ്ഞു, രാവണൻ എന്ന പേര് കൊടുത്തത് പരമശിവനാണ്. അതിനൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ദശമുഖൻ അവൻ്റെ പരിദേവനം ബ്രഹ്മാവിനോട് ഉണർത്തുകയുണ്ടായി. അത് കേട്ടിട്ട് നാൻമുഖൻ ഇപ്രകാരം പറഞ്ഞു: 6 മാസം കഴിഞ്ഞാൽ ഒരു വാസരം വേറായിരിക്കും ഉറക്കമവനിനി മറ്റേതുമാവതില്ലെന്ന് അരുളി ചെയ്തു തെറ്റെന്നവിടെ മറഞ്ഞു വിരിഞ്ചനും. ഒരു കാര്യം ഞാൻ ചെയ്തു തരാം. ഒരു 6 മാസത്തെ ഉറക്കത്തിന് ശേഷം ഒരു ദിവസം അവൻ ഉണർന്നിരിക്കും. അല്ലാതെ ഇതിനപ്പുറം ഇതിൽ പറയാം എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധ്യമല്ല കുഞ്ഞേ എന്ന് വിരിഞ്ചൻ ദശമുഖനോട് പറഞ്ഞു. അവിടെ നിന്ന് മറയുകയും ചെയ്തു. അപ്പോൾ നമുക്കും തൽക്കാലം ഒന്ന് മറയാം ഇവിടെ നിന്നും. ഇന്നത്തെ പഠനം ഭഗവത് പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നമ്മളും ഒന്ന് തിരോധാനം ചെയ്യാം. നമ്മൾക്കും എല്ലാ സജ്ജനങ്ങൾക്കും ഒരിക്കൽ കൂടി എൻ്റെ സാദര പ്രണാമങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.